തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് സംസ്ഥാനം കടക്കുകയാണ്. RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോണാണ് നമ്മളോടൊപ്പം ഉള്ളത്. തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. വലിയ അവകാശവാദമാണ് ഇടതുമുന്നണി മുന്നോട്ട് വെക്കുന്നത്. ഇത് മൂന്നാം സർക്കാരിലേക്കുള്ള ചവിട്ടുപടി എന്നുള്ളതാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത്. അല്ല, അവർ ജനങ്ങളിൽ നിന്ന് എത്രയോ അകന്നിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് അങ്ങനൊരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. പരമ്പരാഗതമായി ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ LDF ഒരു സ്ലൈറ്റ് എഡ്ജ് ഉള്ളതാണ്. അത് നമുക്ക് അറിയാവുന്നതാണ്. 2010 മാത്രമാണ് 8 ജില്ലാ പഞ്ചായത്തോളം UDF കിട്ടിയിട്ടുള്ള ഏക തവണ. എന്നാൽ ഇന്ന് അതൊന്നും അല്ല രാഷ്ട്രീയ സാഹചര്യം. അന്നേരം ചരിത്രം തിരുത്തുന്ന നിലയിലേക്കുള്ള ഒരു മുന്നേറ്റം തന്നെയായിരിക്കും, അല്ലെങ്കിൽ LDF ഒരു തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവും. തദ്ദേശ സ്വയംഭരണം സ്വാഭാവികമായി പ്രാദേശിക വിഷയങ്ങളാണ് പരിഗണനയിൽ വരുന്നതെങ്കിലും സംസ്ഥാന രാഷ്ട്രീയം അതിൽ പ്രതിഫലിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ പറഞ്ഞ പോലെ എന്നും എഡ്ജ് ഉണ്ടായിരുന്ന LDF ഇത്തവണ എഡ്ജ് ഉണ്ടാകത്തില്ല. ഐക്യത്തോടെ UDF മുന്നോട്ട് വെക്കുന്നത് അതൊരു ഐക്യജനാധിപത്യ മുന്നണി ഐക്യത്തോടെ തന്നെ മുന്നോട്ട് പോവുകയാണ് എന്നുള്ളതാണ്. ഐക്യജനാധിപത്യ മുന്നണി ഇത്രയും തെരഞ്ഞെടുപ്പുകൾ പരിശോധിച്ചാൽ ഇത്രയും മുന്നൊരുക്കം നടത്തി ഇത്രയും മുൻപേ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച ഒരു കാലം ഉണ്ടായിട്ടില്ല, ചരിത്രത്തിലുണ്ടായിട്ടില്ല. എന്നും പറഞ്ഞ് ഏതെങ്കിലും ഒറ്റപ്പെട്ട അവസരങ്ങൾ ഇല്ലെന്നൊന്നും ആരും പറയുന്നില്ല, അവകാശപ്പെടുന്നില്ല. ഇതിനേക്കാൾ കൂടുതൽ പ്രശ്നങ്ങൾ CPM CPM 2 തലത്തിലാണ് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നത്. ഇപ്പോൾ കൊല്ലം ജില്ലയിൽ നോക്കിക്കഴിഞ്ഞാൽ പല സ്ഥലത്തും അവർക്ക് സ്ഥാനാർത്ഥികളെ കിട്ടുന്നില്ല, അവതരിപ്പിക്കാൻ പറ്റുന്ന മുഖങ്ങളില്ലാത്ത നിലയിലേക്ക് അവർക്ക് അവസ്ഥയുണ്ടായിരിക്കുന്നു. BJP കേന്ദ്രത്തിലൊരു ഭരണം മാത്രമേ ഉള്ളൂ, കേരളത്തിൽ അങ്ങനെ ഒരു അധികാരമില്ലാഞ്ഞിട്ടും ഇതുപോലെ തമ്മിലടി വേറെ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും കാണാൻ സാധിക്കുന്നില്ല. താഴെ തട്ട് വരെ ഡിവൈഡഡ് ആയിട്ട് നിൽക്കുകയാണ് പല പ്രദേശത്തും. അന്നേരം ആ നിലയിലേക്ക് ജനാധിപത്യ പ്രസ്ഥാനങ്ങളിൽ ചില്ലറ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും മുൻകാലങ്ങളിലെ അപേക്ഷിച്ച് ഇത്രയും ഒത്തൊരുമയോടുകൂടി ഒരിക്കലും UDF നീങ്ങിയിട്ടില്ല. അത് ആണ് നമുക്കൊക്കെ വലിയ ഒരു ആവേശവും പ്രതീക്ഷയും നൽകുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് സ്വാഭാവികമായും വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് ഇട നൽകാത്തതാണ്. ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ള ചർച്ചകളും മറ്റു കാര്യങ്ങളുമാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന രാഷ്ട്രീയം പൊതുവായി അഭിമുഖീകരിച്ച എല്ലാ പ്രശ്നങ്ങളും ചർച്ചയിലേക്ക് കൊണ്ടുവരുമോ? സജീവമായിട്ടുള്ളതല്ല. തീർച്ചയായിട്ടും ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ വന്നതോടെ നമ്മൾ പ്രത്യേകിച്ച് കൊണ്ടുവരേണ്ട കാര്യമില്ല. വലിയ പ്രക്ഷോഭങ്ങളുടെയും ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു. ജനങ്ങൾ അവെയറാണ് ഓരോ കാര്യങ്ങളിലും. അന്നേരം ഇപ്പോൾ ആനുകാലികമായി ഹെൽത്ത് കെയറിലുണ്ടായിരിക്കുന്ന തകർച്ച കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഹാലൂസിനേഷനാണെന്ന് തോന്നുന്നു. കാരണം ഇന്നും അദ്ദേഹം പറഞ്ഞേക്കുന്ന അമേരിക്കയെ കടത്തി കേരളത്തിൻ്റെ ആരോഗ്യ മേഖല കടന്നു എന്നൊക്കെ പറയുന്നത് ഈ ദിവസങ്ങളിലുണ്ടാകുന്ന നമുക്കൊന്നും അംഗീകരിക്കാനൊക്കാത്ത നിലയിലേക്കുള്ള പാവപ്പെട്ടവൻ്റെ അവസ്ഥ മെഡിക്കൽ കോളേജിൽ വന്നിരുന്നത്, ഇതെല്ലാം സ്വാഭാവികമായിട്ട് വലിയ ചലനം ഉണ്ടാക്കുന്നത്. എന്തുകൊണ്ടാണ് CPM ഇത്ര വലിയ ധൈര്യം, വീണ്ടും അധികാരത്തിൽ വരുമ്പോൾ ധൈര്യം? അത് അവരുടെ താഴെത്തട്ടിലടക്കം അവർ പ്രതിഫലിപ്പിക്കുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത്. അല്ല, അവർ ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അത്രയ്ക്ക് അസംതൃപ്തിയാണ് താഴെത്തട്ടിലോട്ടുള്ളത്. മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത നിലയിലേക്ക് ഒരു വലിയ പ്രതിസന്ധി അഭിമുഖീകരിക്കുകയാണ് CPM. അന്നേരം ആകെ ഇനി അവർക്ക് പറയാനുള്ളത് മൂന്നാമത് വരുമെന്ന് പറഞ്ഞ് കുറച്ചുപേരെ കൂടെ നിർത്താൻ നോക്കുകയാണ്. ആ പ്രതീക്ഷയിൽ അധികാരം വീണ്ടും കിട്ടും എന്ന് പ്രതീക്ഷ നൽകി ആൾക്കാരെ പിടിച്ചു നിർത്താൻ നോക്കുന്നതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള റിഹേഴ്സൽ കൂടിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ്. സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു മാർഗദർശനം കൂടിയാകുമോ? തീർച്ചയായിട്ടും അതിലൊരു ഇൻഡിക്കേറ്റർ തന്നെയാണെന്നുള്ള ഈ തർക്കമൊന്നുമില്ല. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ തവണയാണ് UDF ഒരു 40% ചുരുങ്ങിയത്, ആ 40% ചുരുങ്ങിയത്. അതിൽ നിന്ന് വളരെ മെച്ചപ്പെട്ട പെർഫോമൻസ് തന്നെ UDF ഭാഗത്തുനിന്നുണ്ടാകും എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. ജനം അഭിമുഖീകരിക്കുന്ന പ്രശ്നം പ്രത്യേകിച്ച് വെള്ളക്കരം, അതുപോലെ തന്നെ വൈദ്യുതി ചാർജ്, ഇതെല്ലാം തന്നെ താഴെത്തട്ടിൽ ചർച്ചയാക്കാനാണോ UDF തീരുമാനം? ഇടതുപക്ഷ ഗവൺമെൻറ് അവരുടെ നയങ്ങളാണല്ലോ, സംസ്ഥാന ഗവൺമെൻറ് നടപ്പിലാക്കുന്ന നയങ്ങൾ തന്നെ ആയിരിക്കണമല്ലോ താഴെ ഭരണസമിതികളും നടപ്പിലാക്കുന്നത്. എന്നാൽ ഈ നയങ്ങൾ തന്നെയാണ് ഇത്തവണ ചർച്ചയാകാൻ പോകുന്നത്. സാധാരണക്കാരൻ്റെ പാവപ്പെട്ടവൻ്റെ ഗവൺമെൻറ് എന്ന് അവകാശപ്പെടുന്നവർ ഒരു മുന്നണി എങ്ങനെ പാവപ്പെട്ടവനെ ജീവിക്കാൻ അനുവദിക്കാത്ത നിലയിലേക്കുള്ള ഒരു സാഹചര്യം ഇവിടെ സൃഷ്ടിച്ചു എന്നുള്ളത് അവൻ്റെ മനസ്സിലുണ്ട്. ഞങ്ങളത് ഓർമ്മപ്പെടുത്തും, ഒരു തർക്കവുമില്ല. RSP കൊല്ലത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടൊരു സമയത്താണ്. പ്രത്യേകിച്ച് RSP അതിൻ്റെ കരുത്ത് കൊല്ലത്ത് കാട്ടുമോ? തീർച്ചയായിട്ടും ഇതാവും. ഇത്തവണ കൊല്ലത്ത് ഞങ്ങൾ വിട്ടുവീഴ്ചകൾ ചെയ്ത് തന്നെ അമിതമായ അവകാശവാദങ്ങളൊന്നും മുന്നോട്ട് വെക്കാതെ വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ട് തന്നെയാണ് UDF കൊല്ലം കോർപ്പറേഷൻ പിടിക്കണം എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി വിന്നബിലിറ്റി, സീറ്റിൻ്റെ എണ്ണമല്ല വിന്നബിലിറ്റിയാണ് ഫാക്ടർ എന്ന് കണ്ടുകൊണ്ടുള്ള ചർച്ചയ്ക്ക് RSP അതിൻ്റെ പങ്കാളിയായി.
ഈ കോർപ്പറേഷൻ പിടിക്കാനുള്ള നേതൃപരമായ പങ്ക് ഞങ്ങൾ നിർവഹിക്കുന്നുണ്ട്. പിന്നെ തീർച്ചയായിട്ടും അതിനനുസരിച്ച് RSPയുടെ കഴിഞ്ഞ 2 തവണ ലഭിക്കാതെ പോയ ഞങ്ങളുടെ ശക്തിക്കനുസരിച്ച് ഞങ്ങൾക്ക് പ്രാതിനിധ്യം ലഭിച്ചില്ല. ഇത്തവണ അതുണ്ടാകും എന്നുള്ളതിൽ ഞങ്ങൾക്ക് ശുഭാപ്തി വിശ്വാസം തന്നെയാണ്. മുഖ്യമന്ത്രി ഇറക്കിയായിരുന്നു കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പുകളിലും, അത് തദ്ദേശ തിരഞ്ഞെടുപ്പുകളിലും LDF മുന്നോട്ട് വന്നത്. ഇത്തവണ മുഖ്യമന്ത്രി അവതരിപ്പിച്ച് മുന്നോട്ട് പോയാൽ കളം പിടിക്കാൻ കഴിയുമോ? ഞാനൊരു വ്യക്തിയെ കേന്ദ്രീകരിച്ച് പറയുന്നില്ല. തീർച്ചയായിട്ടും ഒരു ഗവൺമെൻറ് തലവൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ആണ് അതിൻ്റെ ഫോക്കസ് വരുന്നത്. അവർ മുഖ്യമന്ത്രിയെ തന്നെ ഇറക്കും, ഒരു സംശയവുമില്ല. പക്ഷേ അതുകൊണ്ടല്ല, ജനം എത്രത്തോളം വെറുത്തിരിക്കുന്നു ഗവൺമെൻറ്റിനെ എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നില്ല. അവർ ചെറിയ രീതിയിൽ മനസ്സിലാക്കിയത് കൊണ്ടാണ് ചില ആനുകൂല്യങ്ങൾ കൊടുത്ത് ഒരു കൈക്കൂലി കൊടുക്കുന്നത് പോലെ നിലയിലേക്ക് ഭയാനകമായ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയിരിക്കുന്നത്. പക്ഷേ കേരള ജനത അതിനൊക്കെ അപ്പുറമായി ചിന്തിക്കുന്നു. കൊടുക്കാൻ്റെ സ്വപ്നമാണോ ഇടതുമുന്നണി? അല്ല, ഞാൻ പറയുന്നത് ഞാനിപ്പോൾ ഓർക്കുന്നത് കേരളം അതിൽ നിന്ന് വ്യത്യസ്തമായി. ഇപ്പോൾ ഉത്തരേന്ത്യയിൽ പലയിടത്തും ഈ ബേട്ടി ലഡ്കി സ്കീം ഒക്കെ വിജയമായി. പക്ഷേ ഞാനിരുന്ന് ആലോചിക്കായിരുന്നു, കേരളത്തിൽ 1980 നയനാർ സർക്കാരാണ് ആദ്യമായിട്ട് കശുവണ്ടി തൊഴിലാളി, മത്സ്യത്തൊഴിലാളി, കയർ തൊഴിലാളി ഇവർക്ക് പെൻഷൻ ഏർപ്പെടുത്തിയത്. അന്ന് വലിയ പ്രചരണമായിരുന്നു ആ തിരഞ്ഞെടുപ്പിൽ. പക്ഷേ 82 തിരഞ്ഞെടുപ്പ് കടന്നപ്പോൾ അന്ന് ജയിച്ചത് UDF ആണ്. അല്ല, അങ്ങനെ കേരളം അത്തരം ഇതിന് വീണു കൊടുത്തിട്ടില്ല. ഇപ്പം ഈ AK ആന്റണിയുടെ കാലഘട്ടത്തിലാണ് ചാരായ നിരോധനം കൊണ്ടുവന്നത്. ജയിച്ചത് LDF ആണ്. VS അച്യുതാനന്ദനാണ് തെരഞ്ഞെടുപ്പിന് മുമ്പിലുള്ള ബഡ്ജറ്റ് വഴി ഇനി 2 രൂപയ്ക്ക് അരി എന്നൊരു വലിയ പ്രഖ്യാപനം നടത്തിയത്. അന്ന് വലിയൊരു പ്രചരണ ആയുധമായി കൊണ്ടുപോയി. ജയിച്ചത് UDF ആണ്. അന്നേരം ഈ കാര്യങ്ങളിൽ കേരള ജനതയ്ക്ക് വ്യക്തമായ വിലയിരുത്തലുണ്ട്. തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ 5 വർഷം നിഷേധിച്ച കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു ഇത് കൊടുത്തിട്ട് സ്വാധീനിക്കാമെന്ന് ശ്രമിച്ചാൽ അതൊന്നും കേരളത്തിൽ വില പോകില്ല. ഈ തെരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള ഒരു ഇൻഡിക്കേറ്ററായി മാറും. അതുപോലെ തന്നെ ജനത്തിൽ നിന്ന് ഒരുപാട് അകന്നാണ് ഇടതുമുന്നണി സഞ്ചരിക്കുന്നത്. അത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം കൂടി വ്യക്തമാകും എന്നുള്ളതാണ് RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ വ്യക്തമാക്കുന്നത്. കൊല്ലത്തുനിന്ന് R. അരുൺ രാജ്, 24.